Good morning, all. Voice allowed unmute ആണല്ലോ. Good morning. Good morning, ma'am. Good morning. Okay, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? Yes, ma'am. Okay, objectives ആണ് അല്ലെ സ്റ്റാർട്ട് ചെയ്തത്. Objectives of employees relations. Okay. എന്റെ എത്ര പോയിന്റ്സ് നമ്മൾ എടുത്തു? Ma'am, factors influencing employer relations ആയിരുന്നു. അത് institutional factors വരെ second point വരെ എടുത്തായിരുന്നു ടീച്ചർ. Okay. വേഗം കൂടി. Okay, നമുക്ക് തുടങ്ങാം. എല്ലാവരും കേറി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. Okay. പ്രത്യേകിച്ച് ആരും കൂടുതലായിട്ട് ആരും കേറുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടോ എന്താണ് നമുക്ക് അല്ലെ ഈ ഒരു എംപ്ലോയീസ് റിലേഷൻ, എന്താണ് എംപ്ലോയീസ് റിലേഷൻ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ റിലേഷനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലെ, പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പ്രചോദിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അത് പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
അതിൽ ഫസ്റ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ അല്ലെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വ്യക്തമാക്കി. അപ്പൊ നമ്മൾ ഈ നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, അതിന്റെ സെക്കൻഡ് പോയിന്റ്സ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ തേർഡ് വൺ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഫാക്ടറിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അത് ഓരോന്നിന്റെയും ആ ഒരു ജസ്റ്റ് ആ ഹെഡിങ്ങിനോട് ചേർന്ന ആ ഒരു കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ പെടുന്നതാണോ എക്കണോമിക് ഫാക്ടേഴ്സിൽ പെടുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം. ഓക്കെ, നമ്മളിപ്പോ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ നോക്കാം. നമുക്കത് അറിയാം, ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ഇപ്പോ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആകുമ്പോൾ ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രിക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ. ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മൾ അതിനോടൊപ്പം പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ എത്രത്തോളം വളർന്നുവോ ഒരു വ്യവസായ സ്ഥാപനം വളർച്ച കൈവരിക്കുന്നത്, അതിന്റെ ഗ്രോത്ത് കൈവരിക്കുന്നത് അതിന്റെ ഈ അപ്ഡേഷൻ അനുസരിച്ചിട്ട് അല്ലെ, പുതിയ രീതി അനുസരിച്ചിട്ട് അതിനെ എന്താണ് ചലഞ്ചുകളെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ടെക്നോളജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി വികസിപ്പിച്ച് അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകും നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്ത് പോകുന്നുള്ളൂ. These factors include method of modernization, production, automation, etc. Okay, ഇതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്കറിയാം. ആധുനികവൽക്കരണ ഘടകങ്ങൾ അല്ലെ, അതിന്റെ ഉൽപാദന കാര്യങ്ങളൊക്കെ പുതിയ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ മോഡേണൈസേഷൻ നടത്തിക്കൊണ്ട് വന്നാലാണ് അതിന് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. An organization that is technologically more advanced needs lesser human capital and hence the bargaining power of the employee organization decreases. Okay, നമുക്കറിയാം അവിടെ എന്താണ് എംപ്ലോയീസിന് എന്തെങ്കിലും ബാർഗൈനിങ് പവർ ഡിക്രീസ് അത് കുറഞ്ഞു വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ടെക്നോളജി കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത കുറവാണ് അല്ലെ, ശരിയല്ലേ? നമുക്കറിയാം നമുക്ക് തൊഴിലില്ലായ്മ വരുന്നത് എന്തുകൊണ്ടാണ്? ടെക്നോളജി വികസിക്കുന്നതാണ്, ശരിയല്ലേ? ടെക്നോളജി വികസിക്കുമ്പോൾ എന്താണ് രണ്ടുപേര് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ് മെഷീൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ തൊഴിലാളികൾക്ക് പരിഗണന കുറഞ്ഞു വരികയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഏതൊരു വ്യവസായ സ്ഥാപനത്തിനും ടെക്നോളജിക്കൽ ആയിട്ടുള്ള വികസനം മസ്റ്റ് ആയിട്ട് ആവശ്യവുമാണ് അല്ലെ. ഗ്രേറ്റർ പ്രോഗ്രഷൻ ഇൻ ടെക്നോളജി ആൻഡ് advancement in the proficiency of workers have also introduced a new class of employees called the knowledge workers, who possess a different set of requirements and goals. നമുക്കറിയാം ഈ ടെക്നോളജിക്ക് ചേർന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ, അവര് ഏത് മെഷീനാണോ അതനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള നോളജും കൂടി നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെയുള്ള വർക്കേഴ്സ് ആണ് നോളജ് വർക്കേഴ്സ് അല്ലെ. who possess a different set of requirements and goals. അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ചിട്ട് ആ ഓർഗനൈസേഷൻ അതിനുള്ള അവസരങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ അങ്ങനെ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഗോൾസുകൾ നേടിയെടുക്കാൻ അവരെ കൊണ്ട് പ്രാപ്തമാക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കറിയാം പുതിയൊരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് അത് അത് കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോ നോളജ് ഉണ്ടാവണമെന്നില്ല, എങ്കിലും ചിലപ്പോ കുറച്ചൊക്കെ ഒരു നോളജ് ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് ചെറിയ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താണ് അവർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിനോടൊപ്പം തന്നെ പിടിച്ചെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് നേടാനും സാധിക്കും. അപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മസ്റ്റ് ആണ്, കാരണം അത് ഉണ്ടായാൽ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നിലനിർത്തി അല്ലെ അത് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ആണോ? നെക്സ്റ്റ് അപ്പൊ നിങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് പോകണം. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. മെത്തേഡ് എന്താണ്, മെത്തേഡ്സ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര അല്ലെ, ഇതെല്ലാം ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകളാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം.
These factors include political factors comprises the political system, political parties and their principles. അതായത് നമുക്കറിയാം ഈ ഒരു രാഷ്ട്രീയ അല്ലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങളാണ് അല്ലെ, അതിന്റെ പാർട്ടീസും കാര്യങ്ങളൊക്കെ അവരുടെ പ്രിൻസിപ്പൾസും റോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, തത്വങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. Industrial relations are affected by the rise and the power of political parties and the methods they use while creating policies. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിന്റെ നിയമങ്ങൾ വരുമ്പോഴല്ലേ, നിയമ രൂപീകരണത്തില് ചില ഘടകങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്കറിയാം. ചിലപ്പോ അല്ലെ ചില മന്ത്രിമാര് അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ രാജ്യത്തിന്റെയും തലവന്മാര് എന്താണ് അധികാരത്തിലേക്ക് കയറുമ്പോൾ അവര് ചില ഇൻഡസ്ട്രിക്കൊക്കെ അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന വ്യക്തിത്വമായിരിക്കും. എന്നാൽ ചില ഇൻഡസ്ട്രിയിലേക്ക് എന്താണ് ഒന്നും കൺസിഡർ ചെയ്യാതെ അല്ലെ, അവിടെ പാർട്ടിക്ക് അനുസൃതമായിട്ടുള്ള ചില ഇൻഡസ്ട്രികൾക്ക് എന്താണ് അവര് ഫേവറബിൾ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ പോളിസികളൊക്കെ രൂപീകരിക്കുമ്പോൾ ഈ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള നയ രൂപീകരണത്തിന്. Moreover, since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the markets. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിൽ ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും അല്ലെ. ഈ ട്രേഡ് യൂണിയനുകളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ അണ്ടറിലായിരിക്കും അല്ലെ. അങ്ങനെയല്ലേ ട്രേഡ് യൂണിയനുകൾ അവരുടേതായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെ ആയിരിക്കില്ലേ? ആയിരിക്കോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അങ്ങനെയുള്ള അധികാര പദത്തിലിരിക്കുന്ന രാഷ്ട്രീയ തലത്തിലുള്ള വ്യക്തിത്വമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അനുകൂല നടപടികൾ, ആ യൂണിയന് അനുകൂല നടപടികളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ വ്യവസായ സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സം പോളിസീസ് ബേസ്ഡ് ഓൺ ഫേവർ ഓഫ് ദെയർ വർക്കേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. On the other hand, if the political parties are in any way financially depend on the corporate body, the corporate lobby, the political equation would then be totally different. നമുക്കറിയാം അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലോബികളൊക്കെ ഉണ്ട് അല്ലെ, രാഷ്ട്രീയമായിട്ടുള്ള കളികളൊക്കെ മിക്കവാറും വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലെ. രാഷ്ട്രീയ കളികൾ എന്ന് പറയുമ്പോൾ യൂണിയന്റെ സപ്പോർട്ടുകൾ അവിടെ നടപ്പാക്കും അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും എന്താണ് ഈ കേസ് പ്രൊമോഷന്റെ കണ്ടീഷനിൽ തന്നെ ചിലപ്പോഴും മിക്കപ്പോഴും പറയും ഇന്ന പാർട്ടിയുടെ ആളാണെങ്കിൽ അവർക്ക് സീറ്റ് ഉറപ്പാണ് അല്ലെ. അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങള് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അത് കാരണം തീർച്ചയായിട്ടും എന്താണ് അവിടെ രാഷ്ട്രീയമായിട്ടുള്ള യൂണിയന്റെ ഒരു പിന്തുണ അവിടെ ലഭ്യമാണ് അല്ലെ. അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലോബികൾക്ക് അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. There are certain countries when state capitalism exists and collective bargaining is totally discouraged. പക്ഷേ ചില കൺട്രികളിലെല്ലാം ചില അല്ലെ ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് അല്ലെ ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ വില പേശി മേടിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന് വളരെ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. In such a scenario, trade union have no value and labor management regulations are dealt with strictly. In countries like the former USSR, state socialism exists and trade unions have definite responsibilities and functions under the purview of the government. ഓക്കെ, ചിലതില് നമുക്കറിയാം അല്ലെ, ചില രാഷ്ട്രീയ ഇതികളിലൊക്കെയാണ് അല്ലെ രാഷ്ട്രീയപരമായിട്ട് മുന്നേറാൻ പറ്റുന്ന കൺട്രികളിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വ്യവസായ ശൃംഖലയും അവർക്ക് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ചില കൺട്രികളിലും ഇത്തരത്തിലുള്ള വ്യവസായ കാര്യങ്ങൾക്ക് അല്ലെ പ്രധാനമായിട്ട് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പിൻബലം നേടിയെടുക്കാനായിട്ട് പറ്റാത്ത കൺട്രികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൺട്രികളിലൊന്നും ഇതിന്റെ ആ ഒരു എഫേർട്ട് കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. USSR പോലെയുള്ള കൺട്രികളിലൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് പ്രചോദനം ചില ഗവൺമെന്റിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കൺട്രികളിൽ അതിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത. ചില കൺട്രികളിൽ അവരുടെ യൂണിയന്റെ അണ്ടറിൽ തന്നെ കുറെ സ്വാധീന ശക്തികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാ കൺട്രികളിലും ഒരേപോലെ തന്നെ എന്താണ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം വേണ്ടിയിട്ട്. സിൻസ് ഇന്ത്യ ഹാസ് എ മിക്സഡ് എക്കോണമി സിസ്റ്റം, കൺക്ലൂഷന് എന്താണ് ആർബിട്രേഷന്, ജുഡീഷ്യന്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ് ഓൾ എ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇന്ത്യയിലെ പ്രത്യേകത എന്താണ്? ഇന്ത്യ മിക്സഡ് ആയിട്ടുള്ള എക്കോണമി ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അനുരഞ്ജന വ്യവസ്ഥ നടപ്പാക്കാനോ അല്ലെങ്കിൽ വിധി നിർണയത്തിനോ അല്ലെങ്കിൽ പങ്കാളിത്തമായിട്ട് ഒരു മാനേജ്മെന്റിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം കൂട്ടായ ഒരു പരിശ്രമം അല്ലെ, കൂട്ടായ വിലപേശലൊക്കെ നടത്താനായിട്ട് സാധ്യതയുള്ള ഒരു കൺട്രിയാണ്. കാരണം നമുക്കറിയാം ഗവൺമെന്റിന്റേതായിട്ടുള്ള കൺട്രോളിനോടും ചേർന്ന വിധത്തില് കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി മാനേജ്മെന്റിനെ അനുരഞ്ജിപ്പിച്ചൊക്കെ മുന്നേറാനായിട്ട് സാധ്യതയുള്ള ഒരു കൺട്രിയാണ് എന്ത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ള കാര്യം ഒരു ഐഡിയ കിട്ടിയോ? ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഏത് എക്കോണമിയാണ്, ഏത് എക്കോണമി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, മിക്സഡ് എക്കോണമി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻക്ലൂഡഡ് ആവുന്നത് അല്ലെ? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ്, അതെല്ലാമാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നോക്കാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. These factors are about different rules, ethics and principles that exist in a society. Okay, നമ്മള് കണ്ടു പല ഫാക്ടേഴ്സുകളും ഈ ഒരു ഇതിനെ അല്ലെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് എന്താണ് സാമൂഹികം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങൾ. നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് റൂൾസ്, വ്യത്യസ്ത നിയമങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ, ഇതെല്ലാം തന്നെ സൊസൈറ്റിയിലെ അവിടെ ഒരു സമൂഹത്തിൽ നിലനിന്ന് പോകുന്നതാണ്. നമ്മളിപ്പോ ഇന്ത്യക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെ, ജനാധിപത്യ രാജ്യമാണ്, അതിന്റെ നിയമങ്ങളുടെ ഒരു അജണ്ട തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കുറെ നിയമാവലികളെയെല്ലാം കൈകാര്യം ചെയ്ത് മാത്രം മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. In countries like the USA, where there is a stable socio-political order, the government encourages a general philosophy of free enterprise or democratic capitalism. Okay, നമുക്കറിയാം അവിടെയും ഒരു ജനാധിപത്യം അല്ലെ. USA ആണെങ്കിലും നമുക്കറിയാം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്യാപിറ്റലിസം പറഞ്ഞാൽ ജനാധിപത്യ രീതി അല്ലെ, മുതലാളിത്തം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനാധിപത്യം ഒരു യൂണിയനാണ്, ജനാധിപത്യ ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അതിൻ്റെതായിട്ടുള്ള ജനറൽ ഫിലോസഫികൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് അല്ലെ അവരുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട അല്ലെ സാമൂഹിക രീതിയിലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലപാടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ആ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്ത് മുന്നേറുന്നത്. അപ്പോ ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ഓരോ വ്യവസ്ഥകളാണ് അല്ലെ. ഓരോ ഇൻഡസ്ട്രിയും ചില ഇൻഡസ്ട്രികൾക്കൊക്കെ മുൻതൂക്കം കിട്ടാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ മാതിരി സോഷ്യൽ ആയിട്ട് കൾച്ചറൽ ഫാക്ടേഴ്സും ചില വ്യവസായങ്ങൾക്ക് മുന്നേറാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങൾക്ക് കൃഷി അല്ലെ, നമ്മുടെ കാർഷിക കാര്യങ്ങൾക്ക് വളരെയധികം അല്ലെ ഇപ്പോഴും നമുക്കറിയാം കാർഷിക മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്റ്റീവ് നടപടികളുണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തിന് അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചില വ്യവസായങ്ങൾ മുന്നേറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അതിന് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്.
നെക്സ്റ്റ് പറയാണ് ഇൻ ദീസ് ടൈപ്സ് ഓഫ് കൺട്രീസ് കളക്റ്റീവ് ബാർഗൈനിങ് ഇസ് സപ്പോർട്ടഡ് ബൈ ദ ലോ ആൻഡ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്. നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആക്ടിൽ പറയുന്നത്, ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കാനുള്ള ഒരു പവർ ഉണ്ട് അല്ലെ, ഒരു മൂല്യമായ ശക്തിയുണ്ട് അവർക്ക്. ആ ഒരു ആക്ടിന്റെ കീഴിൽ തന്നെ കോടതിയൊക്കെ സമീപിച്ച് അവരുടേതായിട്ടുള്ള അല്ലെ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി Scandinavian country and the UK, where democratic socialism exists, collective bargaining is the regular model without the need of the government to get involved. അതായത് വ്യത്യസ്ത കൺട്രികൾ, നമ്മളിപ്പോ എല്ലാ കൺട്രികളിലും എന്താണെന്നൊക്കെയുള്ള കാര്യമൊന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെ, ചില ഇൻഡസ്ട്രിക്കൊക്കെ മുന്നേറാനായിട്ട് ഇത്തരം ഘടകങ്ങൾ അതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ചില കൺട്രികളിൽ അല്ലെങ്കിൽ UK പോലെയുള്ള കൺട്രികളിലെല്ലാം ഡെമോക്രാറ്റിക് സോഷ്യൽ സിസ്റ്റം അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെതായ അഡ്വാൻറ്റേജസോട് കൂടിയിട്ട് അവിടുത്തെ വ്യവസായങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ചില ഘടകങ്ങളിൽ ചില കൺട്രികളിലൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതിൽ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവോട് കൂടിയിട്ട് അത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, വിത്തൗട്ട് ദ നീഡ് ഓഫ് എ ഗവൺമെന്റ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. അവിടെ എന്താണ് ചിലപ്പോ ഗവൺമെന്റിന്റെ ഒരു ആവശ്യകത അല്ലെ, അവര് ഇൻവോൾവ് ചെയ്യാതെ തന്നെ അവർക്ക് അവരുടേതായ വ്യവസായ സ്ഥാപനം മുന്നോട്ട് പോകാനുള്ള ചില പവറുകളും അവർക്കുണ്ട് അല്ലെ. ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള ശക്തികൾ അതിന്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിൽ അല്ലെങ്കിൽ ആക്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടിന്റെ ബേസിൽ എല്ലാം തന്നെ വ്യത്യസ്ത രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിചിന്തനം ചെയ്തിട്ടാണ് അത് ഗുണകരമാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ബിസിനസ് അല്ലെ അതിന് അനുയോജ്യമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിലനിർത്തിക്കൊണ്ടുപോകാം. ചിലപ്പോൾ നമ്മൾ ചില ഐറ്റംസിനൊക്കെ തിരിവ് കുറയ്ക്കുക അല്ലെ, ഒരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചില ഘടകങ്ങൾക്കൊക്കെ തിരിവ് കുറയ്ക്കും, ചില കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറെ ലോൺസും കാര്യങ്ങളൊക്കെ അനുകൂലമാവും. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സും അതിന്റെ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവിടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഡിഫറെന്റ് റൂൾസ്, എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സൊസൈറ്റി. സൊസൈറ്റി സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ എത്തിക്സ്, ധാർമ്മിക മൂല്യങ്ങളൊക്കെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ ഫാക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി പോവുക. എക്കണോമിക് ഫാക്ടേഴ്സ് അതിലെന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ എന്താണ് പറയുന്നത്, these factors consist of a management style existing in the organization. It's a perspective, organizational environment, health of the organization, degree of a competition, flexibility towards change and diverse HRM policies. Okay, അവിടെ നമുക്കറിയാം ഒരു ശൈലിയുണ്ട് അല്ലെ, ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അല്ലെ, അവരൊരു മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു ശൈലിയുണ്ട്. അതല്ലെങ്കിൽ അത് അല്ലെ താഴേക്കിടയിലുള്ള ജീവനക്കാരുടെ ഇടയിലേക്ക് അത് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അല്ലെ, അതിന് ആ ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള ഘടകങ്ങൾക്കാണ് മാനേജ്മെന്റ് സ്റ്റൈൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലുള്ള ശൈലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അവിടെ പറയുന്നുണ്ട് എന്താണ് പെർസ്പെക്റ്റീവ് അല്ലെ, പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അതിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെ, അതിന് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതേമാതിരി ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, പാരിസ്ഥിതിക ഘടകങ്ങളുണ്ട്. ദെൻ ഹെൽത്ത് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ ആ ഒരു കരുത്ത് അല്ലെ, അത് പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അതോടൊപ്പം തന്നെ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. നമുക്കറിയാം ഒരു ആ വ്യവസായ സ്ഥാപനം ഈ ഒരു ഏരിയയിലൊന്നും ഇല്ലാത്തൊരു വ്യവസായ സ്ഥാപനം ആണെങ്കിൽ നമുക്കറിയാം അത് പിടിച്ചു നിന്ന് പോകാനായിട്ട് എളുപ്പമായിരുന്നു. അതേസമയം ഇതിനോടൊപ്പം തന്നെ ചേർന്ന് എടുത്തിട്ടുള്ള മറ്റു ഓർഗനൈസേഷനിലൊക്കെ ഉണ്ടെങ്കിൽ
അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് അല്ലെ. ഫ്ലെക്സിബിലിറ്റി ടുവേഴ്സ് ചേഞ്ചസ് എന്തെങ്കിലും വന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിന്റെ ഡൈവേഴ്സ് HRM പോളിസീസ് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കുന്ന പോളിസികൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു മേഖലയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷന് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓർഗനൈസേഷനിൽ നമ്മളിപ്പോ ഒരു സ്റ്റൈല് ആ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ ഒക്കെയാണ് എടുത്തേക്കുന്നത്. അത് അവിടെയുള്ള എന്താണ് എംപ്ലോയീസിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് അവരത് നടപ്പാക്കണം. അന്ന് മാത്രമുള്ള ഒരു പോളിസി ആൻഡ് റെഗുലേഷൻസോ അപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ പിടിച്ചു നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെയുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റു ഇൻഡസ്ട്രിയുടെ ബേസ് അനുസരിച്ചിട്ട് ഭേദഗതികളൊക്കെ വരുത്താൻ പറ്റുന്ന അല്ലെ, അവിടെ അമെന്റ്മെന്റ്സുകൾക്ക് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്താൻ പറ്റുന്ന പോളിസി നയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് എങ്കിൽ ആ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അതേസമയം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. വ്യത്യാസം ഉണ്ടാവില്ലേ? ബുദ്ധിമുട്ടായിരിക്കോ? ഉണ്ടാവോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടോ? ഉണ്ടായിരിക്കും അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ 1-2-3 വർഷത്തേക്ക് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി കുറെ ഡിസിഷൻ ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അതിന് പല ഘടകങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സിസ്റ്റിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ഇത് അതിന്റെ ആ ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേരത്തെ കൂട്ടിയുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ഒരു പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങൾ വന്നിരിക്കാം അല്ലെ. അപ്പൊ ആ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് അല്ലെ അത് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് മുന്നോട്ട് അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഓർഗനൈസേഷനിലായിട്ടുള്ള ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതിന്റെ സ്റ്റൈലിന് ഒരു വേരിഫിക്കേഷൻ വരുത്താൻ പറ്റുമെങ്കിൽ പറ്റേണ്ട സാഹചര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൂടി അതിന് ഉണ്ടായിരിക്കണം. These factors consist of a management style existing in the organization. ഓക്കെ, ആ ഓർഗനൈസേഷനിൽ അതിന്റെ സ്റ്റൈല് പെർസ്പെക്റ്റീവ് കാര്യങ്ങളല്ലേ. അപ്പൊ എന്തെല്ലാമാണ് ഇതിൽ ഉൾക്കൊള്ളണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അതില് എന്താണ് നേരത്തെ കൂട്ടിയുള്ള പ്രവചനം അല്ലെ, നേരത്തെ കൂട്ടിയുള്ള കാര്യങ്ങളൊന്നും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുമെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം ഓർഗനൈസേഷന്റെ മുന്നോട്ടുള്ള പോക്ക്. എങ്കിൽ മാത്രമാണ് അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അല്ലെ ഇതെല്ലാം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ എല്ലാ ഘടകങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം അതെന്താ ജസ്റ്റ് രാവിലെ മുതൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നു, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനം എന്താണ് എൻഡിങ്ങിൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതിനെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീന ഘടകങ്ങളുണ്ട്, സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട്, ചില കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ അല്ലെ പല കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഇതുവരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? വായിച്ചു നോക്കിയായിരുന്നോ? കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടത് അല്ലെ. നമുക്കറിയാം നമ്മളൊരു വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു വ്യവസായം എന്ന് നമ്മൾ ആ ഒരു ശൃംഖല എന്ന് പറയുമ്പോഴേക്കും പറയാം എല്ലാ കൺട്രികളിലേക്കും ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിലേക്ക് മാത്രം വികസിക്കുന്ന ഒരു വ്യവസായ ശൃംഖലയല്ല. അതോടൊപ്പം തന്നെ കൺട്രികൾ തോറും അല്ലെ അത് വികസിച്ച് നടപ്പാക്കുന്ന ഒരു വ്യാപാര ശൃംഖലകളുമുണ്ട് അല്ലെ. നമ്മള് ജോയാലിബസ് ഒക്കെ പോലെയുള്ള ശൃംഖലയ്ക്കാണെങ്കിൽ നമ്മൾ ആ ഒരു ഇന്ത്യ എന്ന കൺട്രിയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഏതൊരു വ്യവസായം ആണെങ്കിലും അതിന്റെ വളർച്ച എന്ന് പറയുന്നത് മറ്റു കൺട്രികളിലും വ്യാപിക്കുന്ന തരത്തിലുള്ള വ്യവസായ ശൃംഖലകളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം എന്ന് പറയുന്നത് ചില കൺട്രികള് ചില ബർഗീനുകൾ ഉണ്ടാവും അല്ലെ. ചിലതിനെല്ലാം എന്താണ് തടസ്സങ്ങളും നേടിയെടുക്കുന്നവരുണ്ടാവും. ചിലതിനൊക്കെ അല്ലെ ഒരു നിശ്ചിതമായിട്ട് ഒരു ഓഫറുകളും ലഭ്യമാകുന്ന അല്ലെ എന്തിനേയും എന്താണ് ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില കൺട്രികളുണ്ടാവും. അതേസമയം നേരത്തെ കൂട്ടി കുറെ എഗ്രിമെന്റിലൊക്കെ ഒപ്പിട്ടുന്നതൊക്കെ ചില സമയത്തൊക്കെ അവര് വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം അല്ലെ നമ്മുടെ അമേരിക്ക കുറെ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ വരുമ്പോൾ അത് വ്യവസായത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോൾ എന്താണ് ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്ലോബൽ ഡിഫറൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് ILO, then foreign trade agreements and relations, economic and trading policies of power blocks, global culture and environment, international labor agreement, etc. അത് എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെ. വ്യത്യസ്ത സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല ഈ ഗ്ലോബൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അത് എന്താണ് ഇന്ത്യക്ക് പുറമെയുള്ള കൺട്രികളുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? ഗ്ലോബൽ ഡിഫറൻസസ് അല്ലെ. നമ്മുടെ എന്താണ് മൊത്തത്തില് ആഗോളവൽക്കരണം അല്ലെ അത് മൊത്തത്തിലെയാണ് ഇൻഫ്ലുവൻസ് അതിന്റെ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നത്. ദെൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നാഷണലിലെ വ്യത്യസ്ത രാജ്യങ്ങളായിട്ടുള്ള ബന്ധമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് നമുക്കറിയാം ഈ പറഞ്ഞ മാത്രമേ തന്നെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കുറെ തത്വങ്ങൾ അല്ലെ മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾ നമ്മൾക്കറിയാം ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള എന്താ രാഷ്ട്രീയ സ്വഭാവങ്ങളുണ്ട്. ആ ഒരു തത്വങ്ങൾക്കൊക്കെ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഇൻഡസ്ട്രിയെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ILO. ഇതാണ് ILO എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, അറിയാലോ? നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങള്. ദെൻ ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ്, കുറെ എഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെ നേതാക്കന്മാരെല്ലാം. അവരുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കുറെ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫാക്ടറിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ എന്താണ് എക്കണോമിക് ആൻഡ് ട്രേഡ് പോളിസീസ് ഓഫ് പവർ ബ്ലോക്സ്. അതായത് സാമ്പത്തികമായിട്ടും അതേമാതിരി തന്നെ ട്രേഡ് അല്ലെ നമ്മുടെ വ്യാവസായികമായി ബന്ധപ്പെട്ട കുറെ നയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ശക്തികളുണ്ട് അല്ലെ. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷനൊക്കെ ഓരോ രാജ്യങ്ങളും അധികാരങ്ങൾ നൽകുന്നത് അതിൻ്റെതായിട്ടുള്ള എഗ്രിമെന്റ് ബേസിലൊക്കെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ബേസുകളെല്ലാം പ്രധാനമായിട്ടും ഓരോ വ്യവസായത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ആഗോളതലത്തിലുള്ള എന്താണ് സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം ഇപ്പോ എപ്പോഴും പ്രകൃതി സംബന്ധമായിട്ടുള്ള കുറെ ഇതുകളുണ്ട് അല്ലെ, ഭവിഷ്യത്തുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിനും കൂടിയിട്ടുള്ള കുറെ സംഘടനകൾക്ക് നമുക്കറിയാം ചില വ്യവസായങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും ചില വ്യവസായങ്ങൾക്കൊക്കെ ആഗോളതലത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആഗോളതലത്തിലുള്ള ഈ അംഗീകാരങ്ങളെല്ലാം തന്നെ വ്യവസായത്തിനെ ഒരു പരിധി വരെ ഗുണം ചെയ്യുന്നുണ്ട് അല്ലെ. ചിലപ്പോഴൊക്കെ ചില വ്യവസായങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ട്. ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്, അതായത് നമുക്കറിയാം വ്യത്യസ്ത കൺട്രികളുമായിട്ട് നമ്മൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള എഗ്രിമെന്റുകളുണ്ട്. ഇതെല്ലാം എന്തിലാണ് പെടുന്നത്? ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലാണ് പെടുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യവസായമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യവസായമെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ചില രാഷ്ട്രീയ സ്വാധീന ശക്തികളെ കൂടി നമ്മൾ പരിഗണിച്ചിട്ട് മാത്രമാണ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില എഗ്രിമെന്റുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. ചില ആഗോളതലത്തിലുള്ള
അല്ലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിൽ ഇങ്ങനെയുള്ള ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ്സും പോളിസീസും അല്ലെ എക്കണോമിക് പോളിസീസുകളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ജസ്റ്റ് അതും എന്താണ് ഓർത്ത് വെച്ചേക്കുക. ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ചോദിച്ചോളൂ. മെസ്സേജ് അയക്കാം. ഡൗട്ട് ചോദിക്കാൻ ഡൗട്ട് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഒരു പവർ സപ്ലൈക്ക് ഒരു സംതിങ് ഓക്കെയാണോ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട്? ചോദിച്ചോളൂ. അൺമ്യൂട്ട് ആക്കേണ്ടതുണ്ടോ? ഓക്കെ. ഹലോ മാം. മാം, ഈ കളക്റ്റീവ് ബാർഗൈനിങ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ കൺട്രീസാ ഉള്ളത്? അത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസ് ഇതേപോലെ കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യുമോ? അതായത് നമ്മുടെ ട്രേഡ് യൂണിയനും അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടോ? ഏതൊക്കെ ഡെമോക്രാറ്റിക് കൺട്രീസ് പൊതുവെ നമ്മളുടെ രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് ഫോളോ ചെയ്യുന്ന കൺട്രികളായിരിക്കും. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ പിന്തുണയുള്ള രാജ്യങ്ങൾ പൊതുവെ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ അനുകൂലിക്കുന്നതാണ്. ഇപ്പം ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പം ഡെമോക്രാറ്റിക് കംപ്ലീറ്റ്ലി അല്ല, അവിടെ ക്യാപിറ്റലിസം വരുന്നുണ്ട്, അവിടെ ഇപ്പം രാജവാഴ്ചയും കൂടെ ആണല്ലോ. അപ്പം അപ്പം അവിടെ എന്ന് പറയുമ്പോൾ പ്രൈം വാല്യൂ അപ്പൊ അവിടെ ഇതിനാണോ ഉള്ളത്? അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ചില യൂണിയനുകളൊന്നും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ ചിലപ്പോൾ അവര് അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അത് അതിനെ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ചില ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മേഖലകൾക്കാണ് ഇത്തരം കളക്റ്റീവ് ബാർഗൈനിങ്ങിന് പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പൊ ഇത് കൺട്രീസ് ടു ഇത് നമ്മൾ അതനുസരിച്ച് ഓരോ കൺട്രീസ് അനുസരിച്ച് ഇത് ഡിഫർ ചെയ്യും അല്ലെ? ഇൻഡസ്ട്രി പോളിസികളെല്ലാം വ്യത്യസ്തമായിരിക്കും കൺട്രീസ് അനുസരിച്ച്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരെ ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളും യൂണിയന്റെ സപ്പോർട്ട്, ചില യൂണിയനൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കിട്ടുന്നത് തന്നെ രാഷ്ട്രീയ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അത് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യാത്തത് തന്നെ. അതെ, നമ്മുടെ ഇന്ത്യയില് ഇത്തരത്തിലെ വ്യവസായങ്ങളൊക്കെ ചില വ്യവസായ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു
കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഓക്കെ, ശരി. ഇപ്പോ നമ്മള് ഇത് മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ കണ്ടു അല്ലെ, ഒരുപാട് ഫാക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്കണോമിക് അതുകൊണ്ടാണ് ചില ഇതിലൊക്കെ അല്ലെ, ചില ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില കൺട്രികൾക്കൊക്കെ കൂടുതൽ ചില വ്യവസായങ്ങൾ മുന്നേറാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ടാണ് അല്ലെ. നമ്മള് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പക്ഷെ ഒരു ഡെമോക്രാറ്റിക് കൺട്രികളിൽ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. കാരണം അവിടെ യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെ, അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു വ്യവസായം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രൊഡക്ഷൻ വരുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്താണ് ഇന്ത്യയില് അവസാനിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മളിതിനെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുകയല്ലാതെ ഒരുപാട് ശക്തികളെ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വിവിധ കൺട്രികൾ അല്ലെ, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കൺട്രി ആയിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുമോ എന്നുകൂടി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് അല്ലെ നമ്മൾക്ക് അവിടെ വ്യവസായ യൂണിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ഘടകങ്ങളും അതേസമയം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതികൾ അവിടെയും നമുക്കറിയാം എന്താണ് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് കൂടുതൽ പ്രിഫറൻസ് ഉള്ള ഏരിയകളുണ്ട്. അപ്പൊ ആ ഏരിയകളിൽ ആ സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള യൂണിയന്റെ സപ്പോർട്ട് ചിലപ്പോൾ ചില വ്യവസായ കാര്യങ്ങൾക്കൊക്കെ ലഭ്യമാകും. ഓക്കെ, അപ്പൊ ഈ ഘടകങ്ങളെല്ലാം തന്നെ മോസ്റ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രിയെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അത് ടെക്നോളജി വികസനമാകുമ്പോഴും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പ്രധാനമായിട്ട് നമ്മൾ കണ്ടു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിന് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ അല്ലെ, നിയമാവലികളുള്ള ചില കൺട്രികൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഡൗട്ട് ചോദിച്ചപ്പോൾ ചില നിയമാവലികളുള്ള കൺട്രികൾക്ക് ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അതിന് അപ്പുറം ഒരു കാര്യങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട് അല്ലെ. ഇവിടെയൊക്കെ നമുക്കറിയാം ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾക്കൊക്കെ ചേർച്ചാർന്ന് എടുക്കുന്ന പോളിസികൾക്കൊക്കെ മാറ്റം വരുത്താൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യാൻ യൂണിയനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ അവരെയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ പിന്തുണയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് മറ്റെല്ലാം ഗ്ലോബലായിട്ട് എന്താണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആഗ്രഹമുള്ള ബിസിനസ് യൂണിറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ കൂടി പരിഗണിച്ചിട്ട് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഭാഗത്തെ അപ്രോച്ചസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? അപ്പൊ അപ്രോച്ചസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് അല്ലെ, അതായത് ജീവനക്കാരുടെ ബന്ധങ്ങളിലെ ഒരു സമീപനങ്ങളാണ്. ചില കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില കാര്യങ്ങൾക്കല്ലേ ഒരു ഗാന്ധിയൻ അപ്രോച്ച് ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന മേഖലകളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലയിടത്തൊന്നും ഇത് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അത് പലതരത്തിലുള്ള സമീപനങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്, സെക്കൻഡ് വൺ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച് ആൻഡ് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, സിസ്റ്റംസ് അപ്രോച്ച്. ഓരോ അപ്രോച്ചുകളും ഓരോ രീതികളും ഏത് രീതിയിലാണ് അതിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മുടെ എംപ്ലോയീസ് റിലേഷൻസിന് അല്ലെ, നമ്മുടെ അവിടെയുള്ള തൊഴിലാളികളുടെ ബന്ധങ്ങളെ ഏതൊക്കെ അപ്രോച്ചുകൾ സമീപനങ്ങളാണ് കൂടുതൽ പ്രാതിനിധ്യം കൽപ്പിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഓരോ ഇൻഡസ്ട്രിയും മനസ്സിലാക്കിയിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓക്കെ, അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നോക്കാം. അവിടെ പ്രധാനമായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇവിടെ പറയുന്നുണ്ട് എന്താണ് in his study the behavior to dissimilar groups, that is the executive and the union leaders, are analyzed with the help of TAT അല്ലെ, തെർമറ്റിക് അപ്രൻസിയേഷൻ ടെസ്റ്റ്. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ നേതാക്കൾ അങ്ങോട്ട് എന്താ പറയാ അവരാണ് ഗുരു അല്ലെ, അവരാണ് നമ്മുടെ
ആ പിക്ചറൊക്കെ വെച്ചിട്ടാണ് ആ സ്ഥാപനം മുന്നേറി പോകുന്നത് അല്ലെ. ആ പിക്ചറിന്റെ അവരുടെ ഫീഡ്ബാക്കിൽ അവരെന്താണോ അദ്ദേഹം എന്താണോ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ആ മൂല്യശക്തികളെ പിന്താങ്ങിക്കൊണ്ട് ആയിരിക്കും അവിടെയുള്ള മറ്റൊരു ഗണം ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കൂടുതലായിട്ട് മുന്നേറുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ടു കണ്ടക്ട് ദ ടെസ്റ്റ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ഓർഡിനറി മിഡിൽ ഏജ്ഡ് പേഴ്സൺ was taken as input and it was expected from both the group to give their ratings. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇതില് രണ്ടുപേരും പക്ഷെ നമുക്കറിയാം ഓരോ വ്യവസായത്തില് വിഭിന്നമായിട്ടുള്ള ആശയങ്ങളായിരിക്കും. എല്ലാവരും ഒരേപോലെ ആശയങ്ങൾ മുന്നിട്ട് പോയി ആ ഇൻഡസ്ട്രിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ തന്നെ എന്താണ് തർക്കങ്ങളൊന്നും ഇല്ലാതെ മുന്നേറാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യമാണെങ്കിലും നമുക്കറിയാം ഓപ്പോസിറ്റ് ആയിട്ട് 1-2 പേഴ്സൺസ് എങ്കിലും ഉണ്ടാവും അല്ലെ. നമ്മളൊരു ആശയം പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിന് അനുകൂലിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടാവും, എതിർക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയാണ് ചിലരെന്താണ് ആ യൂണിയൻ നേതാവ് എന്ന് പറയുന്നത് മാനേജർ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ടും. ഓക്കെ, ഇത് ഇവര് പറയുന്നത് എന്താണോ അത് നമുക്ക് ഫോളോ ചെയ്ത് പോകാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേര് എന്താണ് അവരോടൊപ്പം തന്നെ നിലനിൽക്കും. അപ്പൊ ഭൂരിഭാഗത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കുക സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂ ദ ഇഷ്യൂ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആസ് intensely embedded in the attitude and the perception of the key participants. Mason had studied the impact of a perception of an individual on his own behavior. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അതായത് മെസൺ ഹാരി അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമീപനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീവ്രമായിട്ട് ചിലതിനെ ഉൾക്കൊള്ളുകയാണ് അല്ലെ. തീവ്രമായിട്ട് ഒരു ആശയം ദീർഘം കൊണ്ടുള്ള ആശയത്തിനെ എന്താണ് ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയാണ്. എന്നുവെച്ചാൽ അദ്ദേഹമാണ് ഗുരു അല്ലെ, അദ്ദേഹമാണ് ഈ വ്യവസായത്തിന്റെ നേതാവ്. അദ്ദേഹം പറയുന്നത് എന്തോ അദ്ദേഹത്തിന്റെ അജണ്ട എന്താണോ അത് ഞങ്ങൾ പാലിക്കുന്നു എന്നുള്ള ഒരു ഘടകങ്ങൾ അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവത്തിലും അത് തന്നെ ഉൾക്കൊള്ളുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലാണ് ഈ ഒരു ധാരണയുമായി ബന്ധപ്പെട്ട ഒരു അപ്രോച്ച്, ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. In his study, the behavior of two dissimilar group, രണ്ട് ഗ്രൂപ്പുകൾ ഒരേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സിക്യൂട്ടീവ് ആൻഡ് യൂണിയൻ ലീഡേഴ്സ് അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് TAT അല്ലെ തെർമറ്റിക് അപ്രോച്ച് ടെസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. To conduct the test, a photograph of an ordinary middle-aged person was taken as input. അവിടെ ഒരു ഒരു പേഴ്സൺ അല്ലെ, ഒരു നല്ല യോഗ്യനായ വ്യക്തിയാണ് ഒരു ഇൻപുട്ട് ആയിട്ട് അവർ എടുക്കുന്നത് ആ പേഴ്സണെ. And it was expected from both the group to give their ratings. രണ്ട് ഗ്രൂപ്പുകാര് ഈ ഒരു പേഴ്സണ് കൊടുക്കുന്ന റേറ്റിംഗ്സിനെ ആണ് അവിടെ ഈ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചില് വാല്യൂസ് ആയിട്ട് പറയുന്നത്. നോക്കാം ഓരോ ഗ്രൂപ്പുകാരും എന്താണ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. The group was rated by the group in a different manner. രണ്ട് കൂട്ടരും രണ്ട് രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്. That is, the union leaders referred to the person in the photograph as a manager, while the group of executive identified it as the union leader in the photograph. ഓക്കെ, ഒരു കൂട്ടർ എന്താണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അതാണ് അല്ലെ യൂണിയൻ ലീഡേഴ്സ് റെഫേർഡ് ടു ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് ആസ് മാനേജർ. അദ്ദേഹം മാനേജർ ആണ്, ഒരു യോഗ്യനായ വ്യക്തി. അദ്ദേഹം എന്താ പറയുന്നത് അതിനെ മാനേജർ ആണെന്നുള്ള തലപ്പത്തിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് അല്ലെ നമ്മൾ പറയും അവരെന്താണ് അവരുടെ അണ്ടറിലാണ് ആ യൂണിയന്റെ യൂണിയൻ നേതാവിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇൻഡസ്ട്രി പോകുന്നത്. അതായത് ആ ഇൻഡസ്ട്രിക്ക് അവിടെ അത്രയും പിന്തുണ ആ യൂണിയന്റെ നേതാവിന് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും അടുത്തൊരു കൂട്ടർ എന്താണെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അല്ലെ. ആ ഫോട്ടോഗ്രാഫിൽ പ്രധാനമായിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവ് പവർ ആണ് അവർക്കുള്ളത്. ഇറ്റ് വാസ് concluded that conflict between management and labor arise as every group negatively perceive their other one. അതായത് ഈ വിദ്ദേഹം പറയുന്നത് ഇപ്പൊ യൂണിയൻ നേതാക്കൾ പറയുന്നത് അതേപോലെ തന്നെ പാലിക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയൻ നേതാവും മാനേജ്മെന്റും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല ഒന്നിലുണ്ടാവുക അല്ലെ. മറ്റൊന്നില് തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ ഈ ആശയത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ,
അതായത് ഒരു ആശയം പങ്കുവെച്ച് കഴിഞ്ഞാൽ 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു നിലപാട് തന്നെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഒരു വ്യവസായ സ്ഥാപനത്തില് ഒരു നിലപാട് ഇറക്കാനായിട്ട്. ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റൊന്നിനെ എന്താണ് ഡിസപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും എന്നാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു ജസ്റ്റ് ആ ഒരു ഇംപ്രൂവ്മെന്റ് എന്താന്നുള്ളത് മനസ്സിലായോ? ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊന്നും ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 2 നിലപാടുകൾ ഏതോ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടാവും. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗണം, യൂണിയൻ നേതാക്കളോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗണം ഉണ്ടാവും. അവിടെ ഹീറോയിസം അല്ലെ, ഒരു ഹീറോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിന്താങ്ങി നൽകുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് പവറിന്റെ ഒരു ലുക്ക് മാത്രമാണ് ആ യൂണിയൻ നേതാവിന് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിലപാടുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തും. ജസ്റ്റ് ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് തെറമെറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ആ ഒരു രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി വെക്കാം. തെറമെറ്റിക് perception test. അതായത് നമ്മളിപ്പോ ഒരു വ്യവസായ സ്ഥാപനം ആകുമ്പോൾ ചില വ്യവസായ സ്ഥാപനത്തിലെ യൂണിയൻ നേതാക്കള് അതിന്റെ പങ്ക് അല്ലെ, ചില വ്യക്തികൾ അവര് നല്ലൊരു റോള് എടുക്കുന്നുണ്ട്. അതില് നമ്മളൊക്കെ അറിയാം അവരെന്താണ് വ്യവസായ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സ്വാധീനിക്കുന്ന ഒരു പങ്കാളിയായിട്ട് അവരുടെ മനോഭാവത്തിലും ധാരണയിലൊക്കെ തീവ്രമായിട്ട് അവർ ഉൾക്കൊള്ളാണ്. അതായത് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഒരു വ്യവസായ സ്ഥാപനത്തില് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂണിയൻ നേതാവിന് തീർച്ചയായിട്ടും എന്താണ് അവിടെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ആ ഒരു യൂണിയന്റെ കൺട്രോളിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഒരു സൈക്കോളജിക്കലായിട്ട് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള എംപ്ലോയീസിനെ സൈക്കോളജിക്കലായിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ യൂണിയൻ നേതാവ്. അപ്പൊ അവരുടെ സപ്പോർട്ടോടുകൂടി അപ്പൊ അവരാണ് ശരിക്കും മാനേജർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്താണ്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് പവർ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ഓക്കെ, അതൊരു കാര്യം ക്ലിയർ ആണോ? ഒരു കൂട്ടം വ്യക്തികൾക്കാണ് അങ്ങനെയുള്ളൂ അല്ലെ. അതാണ് പറയുന്നത് the photograph was related by the group in a different manner, that is the union leader referred to the person in the photograph as a manager, while the group of executive identified it as their union leader. അതേസമയം മറ്റൊരു കൂട്ടരാണെങ്കിൽ എന്താണ്, അത് ഒരു യൂണിയൻ ലീഡർ മാത്രമാണ് അല്ലെ, അവർക്ക് മാനേജറിന്റെ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു യൂണിയൻ ലീഡർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവറും കൂടിയുണ്ട്. മാനേജ്മെന്റിന് ഒരിക്കലും എന്താണ് അവരെ വെറുപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരോട് ഒത്തുചേർന്ന് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മാനേജ്മെന്റിന് മുന്നോട്ട് പോകാനേ സാധിക്കില്ല. അപ്പൊ ആ വ്യവസായ യൂണിറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ട്രേഡ് യൂണിയന്റെ ഒപ്പം തന്നെ അല്ലെ, അവര് അത്രയും ഫോളോവേഴ്സ് ആ യൂണിയന്റെ നേതാവിന് പിന്നിലുണ്ട്. അവിടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ ലീഡറിനെ അല്ലെ യൂണിയൻ ലീഡറിനോടൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ആ യൂണിയൻ എന്താണ് അവർക്ക് ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സ്ട്രൈക്കും ലോക്കൗട്ട് ആയിട്ട് എന്താണ് ആ ബിസിനസ് എപ്പോഴും എന്തെങ്കിലും തർക്കങ്ങളിലേക്ക് അവശേഷിക്കും.
അതേസമയം മറ്റൊരു ഇതിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ ഫോട്ടോഗ്രാഫറിൽ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് മാനേജർ പൊസിഷനിലേക്ക് വരുന്നില്ല, അദ്ദേഹം ഒരു യൂണിയൻ ലീഡർ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് മറ്റേ അല്ലെ അവിടെ പറയുന്നത് ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ അറൈസസ് ആസ് എവരി ഗ്രൂപ്പ് നെഗറ്റീവ്ലി പെർസീവ് ദ അതർ വൺ. അതായത് അവിടെ എപ്പോഴും എന്താണ് അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത് എല്ലാ വിഭാഗം കൂടിയും ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ആ യൂണിയൻ നേതാവിനും മാനേജറിനും ഒന്നിച്ചു പോയാൽ മതി. അതേസമയം വ്യത്യസ്ത വിഭാഗക്കാർ അവിടെ വരുമ്പോഴെന്താണ് അവിടെ കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. യാണോ? നമുക്കിപ്പോ എല്ലാ അപ്രോച്ചസും ഒന്നിച്ച് പഠിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് ടൈമില് അടുത്ത അപ്രോച്ചസ് നോക്കാം. അടുത്ത അപ്രോച്ചസിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ കുറച്ച് എക്സാമ്പിളൊക്കെ തന്നപ്പോ തന്നെ കൺഫ്യൂഷൻ അങ്ങനെ നമുക്കൊരു അല്ലെ എന്തോ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനെന്നുള്ള ഒരു ധാരണയിലെത്തുന്നു. പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നുമില്ല. ഓക്കെ, അടുത്ത അപ്രോച്ചുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ചുകളാണ്. ഓക്കെ, അപ്പൊ അതില് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് TAT, തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അവർക്ക് കൂടുതൽ മൂല്യം കൊടുക്കുന്ന ഒരു നിലപാട്, ആ ഒരു ഫോട്ടോഗ്രാഫിന് കൂടുതൽ മൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത്. കൂടുതലായിട്ടും അപ്രോച്ചസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പൊതുവെ ഗാന്ധിയൻ അപ്രോച്ച് അല്ലെങ്കിൽ സോഷ്യൽ അപ്രോച്ചിലൊക്കെയാണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസുകൾ കാണാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താണ് നമ്മളെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഉള്ള കുറച്ച് ഘടകങ്ങളല്ലേ നമ്മൾ ഫാക്ടേഴ്സുകൾ പഠിച്ചിരുന്ന ഇൻഫ്ലുവൻസിങ് നോയ്സ് റിലേഷൻസിന്റെ ഫാക്ടേഴ്സ്. പൊതുവെ ഇത് ഈ ഒരു ഫാക്ടേഴ്സ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് ഓരോ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പോ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം. നിങ്ങൾ വായിക്കാതിരിക്കരുത്. എന്തായാലും ജസ്റ്റ് ആ ഫാക്ടേഴ്സുകളെല്ലാം മനസ്സിലാക്കി തന്നെ വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ നോക്കാം. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.